ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചന ധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. യോനാ പ്രവചനം 4-ാം അധ്യായം 8-ാം വാക്യം. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന്. യോനാ പ്രവാചകൻ ദൈവത്തോട് കോപിച്ച് നടത്തുന്ന പ്രതിഷേധ പ്രകടനമാണിത്. പരിശുദ്ധ സഭ നാളെ 3 നോമ്പിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. എല്ലാവർക്കും അനുഗ്രഹത്തോടെ 3 നോമ്പ് അനുഷ്ഠിക്കുവാനുള്ള കൃപ ഉയരത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യോനാ പ്രവാചകന്റെ ദൗത്യവും നിനിവെ പട്ടണത്തിന് യഥാസ്ഥാനപ്പെടലുമാണല്ലോ 3 നോയമ്പിലെ പ്രധാന ധ്യാന ചിന്ത. സന്ദേശങ്ങളാൽ അതിസമ്പന്നമായ അനേക പ്രമേയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പുസ്തകമാണ് യോനാ പ്രവചനം. ഈ പ്രവചനത്തിൻ്റെ 4-ാം അധ്യായത്തിലെത്തുമ്പോൾ യോനാ പ്രവാചകൻ തികച്ചും നിരാശനാണ്. നിനിവെ പട്ടണത്തിൻ്റെ നാശം ഉടനുണ്ടാകും എന്ന പ്രതീക്ഷയിൽ അവൻ കാത്തിരിക്കുന്നു. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. വെയിൽ കലശലാകുന്നു. ദൈവം ഒരു ആവണക്ക് സൃഷ്ടിക്കുന്നു. പെട്ടെന്ന് കിളിർത്ത് തളിർത്ത് വൻ വൃക്ഷമായി അത് വളർന്നു. പക്ഷേ പെട്ടെന്ന് ഒരു പുഴു വന്ന് അതിനെ കുത്തിക്കളഞ്ഞതിനാൽ അത് വാടിപ്പോവുകയും ചെയ്തു. വെയിൽ വീണ്ടും ശക്തമായി. ഉടൻ യോനാ ദൈവത്തോട് കോപിക്കുന്നു. അവൻ്റെ പ്രതികരണമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നല്ലത്. ഈ ഭാഗത്ത് നിന്ന് ഒരേ ഒരു സന്ദേശം മാത്രമാണ് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നിലും സന്തോഷം കണ്ടെത്തുവാൻ കഴിയാത്ത പ്രവാചകൻ തൻ്റെ ദൗത്യത്തിനായി യഹോവയുടെ വിളി ഉണ്ടായ ഉടൻ മുതൽ അവൻ്റെ പ്രതിഷേധം ആരംഭിക്കുകയാണ്. അവൻ ദൈവകൽപ്പന നിഷേധിച്ച് തനിക്ക് ബോധിച്ച സ്ഥലത്തേക്ക് കപ്പൽ കയറുന്നു. എന്നാൽ കപ്പലിലെ സഹയാത്രക്കാരോട് സഹകരിച്ച് ഒരു ഉല്ലാസയാത്രയുടെ ആഹ്ലാദം ആസ്വദിക്കാം എന്ന് ആഗ്രഹിക്കാതെ അവൻ അടിത്തട്ടിൽ പോയി ഏകനായി ഉറങ്ങുന്നു. അവിടെയും അവൻ സന്തോഷിക്കുന്നതായി കാണുന്നില്ല. വീണ്ടും ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം മത്സ്യത്തിൻ്റെ വയറ്റിലൂടെ നിനിവെ പട്ടണത്തിലെത്തിയ യോന തൻ്റെ ദൗത്യം മറക്കുന്നതായാണ് നാം കാണുന്നത്. കാരണം വീണ്ടും യഹോവ അവന് പ്രത്യക്ഷനായി നിനിവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ പ്രസംഗം അതിനോട് പ്രസംഗിക്കുക എന്ന് 2-ാം പ്രാവശ്യവും അവനെ ഓർമ്മപ്പെടുത്തിയതിനു ശേഷമാണ് അവൻ പ്രസംഗം ആരംഭിക്കുന്നത്. അപ്രകാരം തൻ്റെ പ്രസംഗത്തിൽ വലിയൊരു പട്ടണത്തിലെ ജനം മുഴുവൻ മാനസാന്തരപ്പെട്ട് ദൈവകോപം അവരുടെ മേൽ നിന്ന് മാറി എന്നറിയുമ്പോൾ യഥാർത്ഥത്തിൽ പ്രവാചകൻ തൻ്റെ ദൗത്യത്തിൻ്റെ വിജയത്തിൽ ആഹ്ലാദിച്ച് മതിമറക്കേണ്ടവനാണ്. പക്ഷേ അവിടെയും അവൻ സന്തോഷിക്കുന്നതായി കാണുന്നില്ല. ആ പട്ടണക്കാരുടെ നാശം കാണുവാനാണ് അവൻ ആഗ്രഹിച്ചത്. അതിനുവേണ്ടി കാത്തിരുന്നപ്പോൾ വെയിൽ ഉറച്ചത് അവന് ഇഷ്ടമായില്ല. അതിന് തണലായി ഒരു മരം കിട്ടിയപ്പോൾ സന്തോഷിച്ചെങ്കിലും പെട്ടെന്ന് അത് ഇല്ലാതായപ്പോൾ ദുഃഖിതനായി എന്ന് മാത്രമല്ല, നിരാശയുടെ പടുകുഴിയിലേക്ക് അവൻ പതിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ വായിക്കുന്നല്ലോ. കടുത്ത നിരാശയിലാണ് അവൻ പറയുന്നത്, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്കേറെ നല്ലത് എന്ന്. ചില മനുഷ്യർ ഇങ്ങനെയാണ്. ഒന്നിലും സന്തോഷം കണ്ടെത്തുവാനോ പോസിറ്റീവായ ജീവിതത്തെ സമീപിക്കുവാനോ കഴിയാതെ ഒറ്റയാന്മാരായി അവർ സ്വയം സൃഷ്ടിക്കുന്ന ചെറിയ തുരുത്തിൽ ഒതുങ്ങിക്കൂടുവാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ ശ്രമിക്കുന്നു. സമൂഹത്തോട് ചേർന്ന് സഞ്ചരിക്കുവാൻ അറിയാതെ, മറ്റുള്ളവരുടെ വളർച്ചയിലും ഉയർച്ചയിലും സന്തോഷിക്കുവാൻ കഴിയാതെ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ മാത്രം കാര്യങ്ങൾ നടക്കണം, ഞാൻ പറയുന്നതും ചിന്തിക്കുന്നതും മാത്രമാണ് ശരി എന്ന കടുംവാശിയിൽ കടിച്ചു തൂങ്ങി ജീവിതം പാഴാക്കുന്നവരാണ് അവർ. ഈ ആവണക്ക് നിമിത്തം നീ കോപിക്കുന്നത് ശരിയാണോ എന്ന് യഹോവ യോനായോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് യോന പറയുന്ന മറുപടി കേൾക്കുക, മരണപര്യന്തം ഞാൻ കോപിക്കും, അതും ശരി തന്നെ. എത്ര കർക്കശമായ വാശിയിലാണ് തൻ്റെ നിലപാട് ശരിയാണെന്ന് ദൈവത്തോട് പോലും അവൻ വാദിക്കുന്നത്. ഇങ്ങനെയാണ് ഈ വാശിയുള്ള ജനങ്ങൾ പൊതുവെ സ്വീകരിക്കുന്ന നിലപാട്. 2 യുവാക്കൾ ഒരിക്കൽ എരിപൊരിയുന്ന വെയിലിൽ യാത്ര ചെയ്തു വരുമ്പോൾ വഴിയരികിൽ ഒരു വൃക്ഷം കണ്ടു. നല്ല തണൽ. അതിൻ്റെ ചുവട്ടിൽ കിടന്ന് 2 പേരും നല്ലതുപോലെ ഉറങ്ങി. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഒരുത്തൻ മുകളിലേക്ക് നോക്കി, ഇതെന്ത് പാഴ്മരം, യാതൊരു ഫലവും ഇതിലില്ലല്ലോ. എനിക്കാണെങ്കിൽ നല്ലതുപോലെ വിശക്കുകയും ചെയ്യുന്നു. ഈ മരം എന്തിന് ഇങ്ങനെ ഭൂമി പാഴാക്കുന്നു? ഇതിൻ്റെ തടി തീയരിക്കാൻ പോലും കൊള്ളില്ലല്ലോ എന്ന് പറഞ്ഞ് മരത്തെ കുറ്റപ്പെടുത്തുകയും ശപിക്കുകയും ചെയ്യുന്നു. ഉടൻ മറ്റേയാൾ പറഞ്ഞു, സ്നേഹിത, നാം തളർന്ന് അവശരായപ്പോൾ സുഖമായി ഉറങ്ങുവാൻ എത്ര വലിയ സ്ഥലമാണ് ഈ വൃക്ഷം നമുക്ക് ഒരുക്കി നൽകിയത്. ആ വൃക്ഷം വെയിൽ ഏറ്റത് കൊണ്ടാണ് നമുക്ക് തണൽ ലഭിച്ചത് എന്ന കാര്യം നീ മറക്കരുത്. ഫലം തരുന്നതുപോലെ തന്നെ പ്രധാനമാണ് തണൽ തരുന്നതും. ദൈവ സൃഷ്ടിയുടെ എല്ലാം പിന്നിൽ ഒരു നിയോഗമുണ്ട്. ഒന്നും പാഴല്ല, അങ്ങനെ നാം പറയരുത് എന്ന് മറുപടി പറയുകയുണ്ടായി. ഒരേ വിഷയത്തെ 2 പേർ നോക്കിക്കണ്ട രീതി എത്ര വിചിത്രമായിരിക്കുന്നു എന്ന് ഈ സംഭവത്തിൽ കാണുകയാണ്. ഓരോ വിഷയത്തെയും പ്രശ്നത്തെയും നോക്കിക്കാണുന്ന രീതി അനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സുഖ ദുഃഖങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നത്. നിഷേധാത്മകമായി അഥവാ എല്ലാം നെഗറ്റീവായി കാണുന്നവന് എപ്പോഴും നിരാശയും
അവഗണനയുമായിരിക്കും ഫലമായി ലഭിക്കുക. ഒന്നിലും സന്തോഷം കണ്ടെത്തുവാൻ കഴിയാതിരുന്ന യോനായിലും ഒടുവിൽ നിരാശയുടെ പടുകുഴിയിലേക്ക് വീണ സംഭവം കാണുമ്പോൾ നാം അതാണ് പാഠമായി മനസ്സിലാക്കേണ്ടത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളുടെയും പിന്നിൽ ഒരു ദൈവ നിയോഗം ഉണ്ട്. ആ ദൈവനിയോഗം നിറവേറ്റുമ്പോഴാണ് സൃഷ്ടി ഫലവത്താകുന്നത്. അവരവരുടെ നിയോഗം തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ പ്രപഞ്ചത്തിൻ്റെ ഗതി പുരോഗതിയിലേക്കും ദൈവനാമം മഹത്വത്തിലേക്കും ഉയരും. അവിടെ ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് നന്ന് എന്ന നിരാശയ്ക്ക് സ്ഥാനമില്ലാതായി മാറും. നല്ല സന്തോഷകരമായ പ്രത്യാശ ഈ 3 നോയമ്പിൽ എല്ലാവർക്കും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.